നമസ്കാരം മാഡം. നമ്മൾ ഫൈനലായിട്ടുള്ള ഡ്രോയിങ് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. ഇതിനകത്ത് ടൈൽസിൻ്റെ പ്രൊജക്ഷൻ മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മുടെ മോഡ്യൂൾസിനെ പറ്റി ആദ്യം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ വെസ്റ്റ് സൈഡിലെ ഫ്ലോർ യൂണിറ്റ്, 2 ടാൻഡം ബോക്സ്, 351 mm 35 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന 2 ടാൻഡം ബോക്സ്, എൽ കോർണർ. ഒരു മിനിറ്റ്. സോറി, എൽ കോർണർ. അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരുന്നതിനകത്തിരുന്ന ഒരു കാതലായ മാറ്റം വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ നോർത്ത് സൈഡിൽ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു സിങ്കിൻ്റെ യൂണിറ്റായിരുന്നു, അതേപോലെ തന്നെ ഒരു വിക്കർ ബാസ്ക്കറ്റ് ആയിരുന്നു, പിന്നെ ഒരു സ്റ്റോറേജിൻ്റെ യൂണിറ്റ് ആയിരുന്നു. അപ്പം ഈ സ്റ്റോറേജിൻ്റെ യൂണിറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വന്നു. കാരണം അവൈലബിൾ സ്പേസ് വെച്ച് നമ്മൾ ഓൾറെഡി യൂണിറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അണ്ടർ ദ സിങ്ക് എന്ന് പറഞ്ഞുള്ള വാട്ടർ പ്യൂരിഫയർ നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റി വെച്ച് ഉള്ള ടൈപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോഴേ ഇവിടെ 2-3 ഇഷ്യൂസസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ഇങ്ങനെ നമുക്ക് നേരെ വെച്ചാൽ, അതായത് ഈ വേസ്റ്റ് ബിൻ വെക്കുന്ന പോലെ വെച്ചാൽ, ആ വേസ്റ്റ് ബിൻ വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറിൽ വരുന്ന ഡിറ്റർജൻറ്റ് റാക്ക് അതിലോട്ട് പോയി കറക്റ്റായിട്ട് നിൽക്കത്തില്ല. അതായത് അതേ പോയി തട്ടി നിൽക്കും. ഞാനൊന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഈ യൂണിറ്റ് നമ്മൾ മാക്സിമം പുറകോട്ട് മുട്ടിച്ച് വെക്കാൻ പറ്റത്തില്ല. പുറകിലാണ് അതിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഡ്രെയിനേജ് പൈപ്പും എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫ്രണ്ടിലോട്ട് കുറച്ച് കയറിയേ വെക്കാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ മാക്സിമം പുറകോട്ട് വെച്ചാലും ഇത് കണ്ട് ഡോറ് വന്ന് അടയുമ്പം, ഇപ്പോൾ ഈ ഡിറ്റർജൻറ്റ് റാക്ക് ഡോറിലാണ് വരുന്നത്. ആ ഡോറിലല്ലാതെ അത് ഇവിടെ താഴെ വെച്ച് നോക്കിയിരിക്കുന്നത് ഇതുണ്ട്. ഇതുപോലെ നമ്മൾ അത് നേരെ ഈ യൂണിറ്റിനെ വന്ന് തട്ടി നിൽക്കും. അപ്പോൾ ഡോറ് പൂർണ്ണമായിട്ട് അടയത്തില്ല. അതാണ് ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വാട്ടർ പ്യൂരിഫയർ യൂണിറ്റിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ലാതെ നമുക്കിത് തിരിച്ച് വേണമെങ്കിലും വെക്കാം. പക്ഷെ തിരിച്ച് വെക്കുമ്പം നമ്മുടെ സിങ്കിൻ്റെ താഴെ ഡ്രെയിനേജ് ഉണ്ട്. ഇത് 2 ഡ്രെയിനേജാണ്. ഈ ഡ്രെയിനേജ് ഇതും 2 എണ്ണം ഉണ്ട്. ഇതായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ നിഗമനം. 2 എണ്ണവും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഡിറ്റർജൻറ്റ് ഈ ഡ്രെയിനേജ് നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചെയ്യണമെങ്കിൽ ഈ ടൈല് പൊട്ടിക്കണം, ഫ്ലോർ പൊട്ടിക്കണം. അപ്പോൾ പറ്റുന്നത്രയും അത് ചെയ്യാതെ ഈ ഔട്ട്ലെറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ ഈ ഫ്ലോറിലുള്ള സാധനം തൊടാതെ ഈ സിങ്കിനെ നമ്മൾ കറക്റ്റ് അതിൻ്റെ നേരെ കൊണ്ടുവരികയും, അതേപോലെ ഇതൊക്കെ നമ്മളിപ്പോൾ പൊളിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. അപ്പം അത് നമുക്ക് ഓപ്പണായിട്ടുള്ള ഡ്രെയിനേജ് പോയിന്റ് ആണ് എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് ഓപ്പൺ അല്ല, ഇത് ശരിക്കും ടൈൽസിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ടൈൽസ് നമ്മൾ ആ ഭാഗത്തിരിക്കുന്നതെങ്കിലും
പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ജസ്റ്റ് ഇതിനെ ഒന്ന് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ള കാരണമാണ്. അതേപോലെ തന്നെ ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ യൂണിറ്റും ഇതിനെല്ലാം ഒരു സ്പേഷ്യസ് കിട്ടാൻ വേണ്ടി ഈ യൂണിറ്റ് 1200 യൂണിറ്റ് ആയിട്ട് മാറ്റി. എന്നിട്ട് അപ്പം ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് നിൽക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്, ഒന്നിനെയും ഒന്ന് ഡിസ്റ്റർബ് ആകത്തില്ല, നമുക്ക് ക്ലീൻ ചെയ്യാനും എല്ലാം സൗകര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ സിങ്കിൻ്റെ ഉണ്ട് 1200 mm മാക്സിമം വലിപ്പത്തിലോട്ട് വന്നു. സിങ്ക് നേരെ ഈ യൂണിറ്റിൻ്റെ റൈറ്റിലോട്ട് മാക്സിമം എടുത്തു. അതേപോലെ തന്നെ വിക്കർ ബാസ്ക്കറ്റ്, ആ സ്റ്റോറേജ് മാറ്റിയിട്ട് ഈ കോർണർ യൂണിറ്റ് നേരത്തെ 1000 എന്നുള്ളത് 1200 ആക്കി, 20 സെൻറ്റിമീറ്ററും കൂടി. അപ്പം നമുക്ക് കുറച്ചും കൂടെ സാധനം വെക്കാനും എടുക്കാനും എല്ലാം വിസിബിളാണ്. കാരണം 2 അടി വീതിയുള്ള ഡോറായി, മാക്സിമം നമുക്ക് വലിപ്പം കിട്ടി. ഇതാണ് ശരിക്കും ഡ്രെയിനകത്ത് ഫ്ലോർ യൂണിറ്റിനകത്ത് വന്ന കാതലായ മാറ്റം. അപ്പോൾ ഇവിടെ 2 അഡീഷണൽ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം ഒരു സ്പേസറാണ്, 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്പേസറാണ്, 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്പേസറാണ് ഇത്. നമ്മുടെ ഈ സ്പേസർ ഡമ്മിയാണ്. അതായത് നമ്മുടെ വോളിൽ വരുന്ന ടൈലിൻ്റെ പ്രൊജക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് ഈ സ്പേസർ. അപ്പോൾ ഇത് സ്പേസർ ഡമ്മി എന്നും പറഞ്ഞാൽ ഇതിന് പ്രൈസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, അത് ചുമ്മാ ഈ ഡിസൈനിന് വേണ്ടി ഇട്ടതാണ്. ഇതാണ് മെയിനായിട്ട് വരുന്ന സ്പേസർ. ഈ സ്പേസറൊക്കെ സ്കേർട്ടിംഗ് ആയിരിക്കും. അപ്പോൾ സ്പേസർ അതിനകത്ത് ഉള്ളതായിട്ട് അറിയത്ത് പോലും ഇല്ല. ഞാനത് ഈ പടത്തിനകത്ത് അങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും സ്പേസർ വരുമ്പം ഇതുമായിട്ട് യോജിച്ച് തന്നെ നിൽക്കും. ഈ താഴെ സെപ്പറേറ്റ് ആയിട്ട് പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കത്തില്ല. ഈസ്റ്റ് സൈഡ് വരുമ്പം ഓൾട്രേഷൻ ഒന്നുമില്ല. ഈസ്റ്റ് സൈഡ് ഡബിൾ ഡ്രോയർ, ടാൻഡം ബോക്സ്, മേളിൽ കട്ട്ലറി, താഴെ 52 സെൻറ്റിമീറ്റർ 17 സെൻറ്റിമീറ്റർ, മേളിൽ 2D ഡ്രോയർ, പിന്നെ സ്പേസർ. ഓക്കെ, ഇനി വെസ്റ്റ് സൈഡ് വോൾ യൂണിറ്റ്സ്. വെസ്റ്റ് സൈഡ് വോൾ യൂണിറ്റ് നമുക്ക് 90 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റോറേജ്. ഈ മേളത്തെ 45 സെൻറ്റിമീറ്ററിൻ്റെ ഫ്ലാപ്പ് ഡോറായിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. ഈ ഫ്ലാപ്പ് ഡോറായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം ഇതിൻ്റെ പ്രൊജക്ഷൻ ഇത്രയുണ്ട്. അപ്പോൾ ഇത് നേരെ ഈ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം, പിന്നെ ഇത് കുറച്ചും കൂടെ പ്രൈസും കുറവാണ്. അത് കാരണം 45 സെൻറ്റിമീറ്ററിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, 60 സെൻറ്റിമീറ്ററിൻ്റെ അല്ല, 45 സെൻറ്റിമീറ്ററിൻ്റെയാണ് യൂണിറ്റ് എടുത്ത്. 45 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ മൈക്രോൻ്റെ പോയിന്റ് പുറകെ കൊണ്ടുവന്നു. കാരണം ഈ പോയിന്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഇവിടെ പൈപ്പ് വന്നു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ പൈപ്പ് വന്നു കഴിഞ്ഞാൽ ഈ മേളിൽ ഈ യൂണിറ്റ് ഹാങ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അത് കാരണം പോയിന്റ് ഈ ബാക്ക് സൈഡിൽ കൊണ്ടുവന്നു. ബ്രാക്കറ്റിലാണ് നിൽക്കുന്നത് യൂണിറ്റ്. ഇവിടെ നമുക്ക് ഹൈറ്റ് വരുമ്പം 37 സെൻറ്റിമീറ്റർ. 37 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം ഒരു ടോസ്റ്റർ, അതേപോലെ തന്നെ ഇത് ഹാൻഡ് മിക്സർ, ഇതെല്ലാം അവിടെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഈസ്റ്റ് സൈഡ്, നോർത്ത് സൈഡ് GTPT യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, സ്റ്റോറേജ്,
ഇത് 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ജനലിനോട് ചെറുതായിട്ട് ഓവർലാപ്പായി കാണിക്കും, ചെറുതായിട്ട് ഓവർലാപ്പ് ആവും. നോർത്ത് സ്റ്റോറേജ്. അതേപോലെ നമ്മുടെ ചിമ്മിനിയുടെ ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഇപ്പോൾ ഉണ്ട്. ആ പോയിന്റ് അവർ ഉപയോഗിക്കുന്നില്ല. അവരെന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പോയിന്റിലോട്ട് പോകുന്ന വയറിനകത്തിരുന്ന് പോയിന്റ് എടുത്തിട്ട് അവിടെ നിന്ന് ലൈറ്റിനും അതേപോലെ ഈ ചിമ്മിനിക്കും കണക്ഷൻ കൊടുത്തിരിക്കുകയായിരുന്നു. ആ പോയിന്റാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇതാണ് എക്സോസ്റ്റിന്റെ പോയിന്റ്. എക്സോസ്റ്റിന്റെ ഇതുണ്ട്, ഇത് ഈ പൈപ്പ് വരുന്നത് നേരെ എക്സോസ്റ്റിലോട്ട് കയറി പോകും. ഇതിന് ഓൾറെഡി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് ശരിക്കും വലിയ ഇലക്ട്രിക്കൽ പരിപാടികളൊന്നും ഇല്ല. എല്ലാം ഒരു പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ താഴെ ഒരു പോയിന്റ് ഉണ്ട്, അതും കൂടെ ഇട്ട് വെച്ചേക്കും. പിന്നീട് ഹോബ്, കറണ്ടിൽ പ്രവർത്തിക്കുന്ന സാധനം ആണ് ഹോബ്, നേരത്തെ മുതലുള്ള. അപ്പോൾ അത് കാരണം ഇതിനൊരു പോയിന്റ് ഇട്ടേക്കാം. ഇത് ഗ്യാസ് പൈപ്പ് ലൈനിന് വരുന്ന പോയിന്റ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ലേഔട്ടിൽ കൊണ്ടുവന്ന് ഇലക്ട്രീഷ്യനെ ഷെയർ ചെയ്തിട്ട് ഞാൻ ഇലക്ട്രീഷ്യനോട് സംസാരിച്ച് ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ അവിടെ റെഡിയാക്കിക്കോളാം. ഞാൻ അതിനു മുമ്പ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താണ് മാഡത്തോട് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, താങ്ക് യു.